ലഡു ലഡു അവിടെ വാങ്ങിക്കാം. അവിടെ കട അവിടെ ഇല്ല. ഇനി അങ്ങ് ഉള്ളൂര് പോയാലേ പറ്റത്തുള്ളൂ. എനിക്ക് നീ വെയിലത്ത് പോകാൻ വയ്യ. ഒരു കാര്യം ചെയ്യാം, അമ്മ ലഡു ഉണ്ടാക്കി തരാം. അത് മതിയോ? ഓക്കെ ആണോ? പിന്നെ ഒരു കുറച്ച് സമയമുള്ളൂ വിഷുവിനെ വിളിക്കാം. അപ്പൊ പെട്ടെന്ന് ഉണ്ടാക്കി പറ്റണ ഒരു ലഡു നമുക്ക് ഉണ്ടാക്കാം. വാ 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 പെട്ടെന്നോ ഫാസ്റ്റ് ആയിട്ടോ. നമുക്ക് ദച്ചു അതെന്താണെന്ന് പറയാ. ഇതെന്താണെന്ന് അറിയാവോ? എന്താണ്? അറിയില്ലേ? അയ്യോ, ഇതെന്താന്ന് അറിയത്? ഇത് അറിയില്ലേ? ഇത് പപ്പായ. ഇത് എന്റെ ഫ്രണ്ട് വന്നപ്പോഴേക്ക് കൊണ്ടുവന്നതാണ് കേട്ടോ. ഇന്ന് നമുക്ക് കട്ട് ചെയ്യാം. അപ്പൊ കാണിച്ചു തരാം. ദച്ചുവിന് അറിയത്തില്ലേ? ആ ഫോട്ടോയിലേ കണ്ടിട്ടുള്ളൂ. ഇവിടെ കഴിക്കത്തില്ല കേട്ടോ, അതുകൊണ്ടാണ്. ദച്ചുവിന് ഇവിടെ ഇരുത്താമ. അപ്പൊ നമുക്ക് എന്തുണ്ടാക്കാം? ലഡു ഉണ്ടാക്കാം. അപ്പൊ നമുക്ക് അതിന് വേണ്ടിയിട്ട് 2-3 സാധനം എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സാധനമാണ്. ഒന്ന്, ശർക്കര വേണം. മെയിൻ ഐറ്റം അവില് വേണം. തേങ്ങ വേണം. എള്ള് വേണം. മുന്തിരി വേണം. ഏലക്ക വേണം. അയ്യോ, ഇവിടെ നെയ്യ് ഉണ്ടായിരുന്നല്ലോ. നെയ്യ് എവിടെ? ആ ബസ്, നീ എടുത്തോണ്ട് പോയി. നെയ്യും കൂടി വേണം. ഇത്രയും സാധനം മതി നമുക്ക്. ഓക്കെ, അപ്പൊ നമുക്ക് പെട്ടെന്ന് എന്തോന്ന് കഴിച്ചത്? ശർക്കര എടുത്ത് കഴിച്ചേട്ടാ. ശർക്കര കൊതിച്ചാണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് പാൻ കത്തിക്കണം. ഇനി ഈ പാനും കൂടെ കത്തിക്കാതെ നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. അപ്പൊ ശർക്കര ഉരുക്കിയെടുക്കണം. ആ ശർക്കര ഫുള്ള് കഴിക്കുവോ? എങ്കിൽ പിന്നെ ലഡു എങ്ങനെ ഉണ്ടാക്കും? ശർക്കര. അപ്പൊ നമ്മുടെ വെള്ളം വെച്ചിട്ടുണ്ട്, അതിലോട്ട് കുറച്ച് ശർക്കര ഇട്ട് ഉരുക്കിയെടുക്കാം കേട്ടോ. ഇത് പെട്ടെന്ന് ഉരുകും, കാരണം മറ്റേ ഫുള്ളായിട്ട് കട്ടയായിട്ടുള്ള ശർക്കര അല്ല. ഈ പാന് ഇതില് നമുക്ക് ഈ അവില് ഒന്ന് വറുത്തെടുക്കണം. അവിലിട്ടിട്ടുണ്ട്. അവില് നന്നായിട്ട് വറുക്കണം. എന്തോ വിഷു വരുമ്പോഴത്തേക്ക് അവന് വിശന്നായിരിക്കും വരുന്നത്. അപ്പൊ നമുക്ക് ഇത് ഉണ്ടാക്കി വെക്കുമ്പോ പെട്ടെന്ന് കൊടുക്കാം. ചാടരുത്, ഞാൻ എടുത്തുതരാം. പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് വേണം വിളിക്കാൻ പോകാൻ വേണ്ടിയിട്ട്. ശർക്കര തിളയ്ക്കുന്നുണ്ട്. ഈ അവില് ഒന്ന് മൂത്ത് വരണ സമയത്ത് നമ്മൾ ഈ തേങ്ങയും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് ഒന്ന് വറുക്കണം. അതിനിടയ്ക്ക് അതല്ല, ഒരു സ്ലൈഡ് വീട്ടിൽ മേടിച്ച് വയ്ക്കാൻ പറ്റത്തില്ല. സ്ലൈഡ് മുഴുവൻ കൊണ്ടുവന്ന് നാശാക്കിക്കളെ. എന്തിനാണ് നിനക്കിപ്പോ അത്? ഞാൻ ആ മെല്ലെ തലയിൽ ഓൾറെഡി ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് തലയില്? എവിടെ നോക്കണത്? ദച്ചുവിന്റെ പുതിയ ഹെയർ സ്റ്റൈലാണ് കേട്ടോ. ദച്ചു എന്റെ തലയിൽ ആ സ്ലൈഡ് ഇളക്കിയിട്ട് തലയിൽ വെച്ചിട്ടുണ്ട്. പുതിയ ഹെയർ സ്റ്റൈലാണ്. ഓ, എനിക്ക് വയ്യ. നോക്കട്ടെ ഇച്ചിരി മൂത്തോന്ന് നോക്കാവേ. മൂത്തോന്ന് നോക്കാം. ചൂടാണ്, തൊടരുത്. ചൂടാണ് അമ്മ. ആയിട്ടുണ്ട്. ആയിട്ടുണ്ട് കേട്ടോ, മൂത്തിട്ടുണ്ട് നല്ല. അപ്പൊ ആഹാ, അവല് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അവലും തേങ്ങയും കൂടെ ഇടാം. ദച്ചു അത് ഫുൾ കഴിച്ചു തീർക്കും. ലഡു അവിടെ മുന്നേ അവല് കഴിച്ചു തീർക്കുമെന്നുള്ളൂ. അതിന് മുന്നേ ദച്ചുവിനെ ഇങ്ങോട്ട് മാറ്റിയിട്ട് നമുക്കത് പൊടിച്ചെടുക്കാം. അപ്പൊ നമുക്കിത് മിക്സ് ജാറിലോട്ട് മാറ്റാവേ. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് പൊടിച്ചെടുക്കാം.
പൊടിച്ചാൽ അത് പൊടിഞ്ഞു. പൊടിഞ്ഞു. ഇനി നമുക്കിത് നമ്മുടെ ഈ അടുപ്പ് ഇതിൽ തന്നെ ഈ എള്ളൊന്ന് വറുത്തെടുക്കണം. തെച്ച് വെള്ളത്തിൽ കളിക്കണം. എള്ളൊന്ന് വറുക്കണം. വെള്ളമൊന്ന് പൊട്ടി കഴിയുമ്പോൾ വെള്ളത്തിൽ കുളിക്കണം. അവളെ എപ്പുറത്തോട്ട് മാറ്റിയിരുത്ത അതേ നടക്കുള്ളൂ. എള്ള് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്കത്ര പൊട്ടിയാൽ മതി. ഇത് പാത്രത്തിലേക്ക് മാറ്റാവേ. ഓരോ സാധനമായിട്ട് എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതിൽ വന്നിട്ട് നെയ്യ് ഒഴിക്കണം. കുറച്ച് നെയ്യ് മതി. കുറച്ച് നെയ്യ് ഇട്ടിട്ട് ഇനി നമ്മൾ ഈ വറുത്ത് വെച്ച മുന്തിരിയും കൂടി ഒന്ന് ഏത് മുന്തിരിയാ ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന അവിലും തേങ്ങയും കൂടി ഇതിൻ്റെ അകത്തോട്ട് മിക്സ് ചെയ്യാം. അതിലാ അതിനുശേഷം ഒന്ന് ആ നെയ്യിലൊന്നിങ്ങനെ ഒന്നൊന്ന് വറുത്തതിന് ശേഷം ഈ ശർക്കര പാനിയാക്കി വെച്ചേക്കുന്നതും കൂടെ കുറച്ചായിട്ട് ഒഴിച്ചെടുക്കാം. ഈ പാത്രത്തിലോട്ട് മാറ്റാം. മധുരം ആവശ്യത്തിന് നമുക്ക് എടുക്കാം. ചെറുതായിട്ട് ഒഴിച്ച് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇത് നല്ല മധുരമുള്ള ശർക്കരയാണ്. അത് കുറച്ചെടുക്കും. പിന്നെ ഇത് ഫുള്ള് ഒഴിക്കുക. ഇത് കറക്റ്റായിരിക്കും. ഇത് തന്നെ നന്നായിട്ട് നല്ലപോലെ ഇളക്കി ആ ശർക്കര എല്ലാ സൈഡിലും പിടിക്കണം. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഈ അവൽ ലഡുവാണ്. ഭയങ്കര ടേസ്റ്റാണ്. ഈ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. വിഷുവിനും വിഷു അങ്ങനെ അധികം അവലിൻ്റെ സാധനം കഴിക്കത്തില്ല. പക്ഷെ ഭയങ്കര ഇഷ്ടമായത്. ഇത് ചേർക്കാം മാറക്കാം. ഒരു നമ്മുടെ എള്ളും കൂടി ഇട്ട് കൊടുക്കാം. ഇവർക്ക് എള്ളുണ്ടയും അതേപോലെ ഇഷ്ടമാണ്. അപ്പോൾ എള്ള് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റായിരിക്കും. അണ്ടിപ്പരിപ്പ് ഇവിടെ കഴിഞ്ഞു കേട്ടോ. അതുകൊണ്ടാണ്. അല്ലായിരുന്നെങ്കിൽ അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. ഞാൻ അണ്ടിപ്പരിപ്പ് വാങ്ങിയാലേ തീർന്നു പോയി. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഈ ചൂടാറിയതിന് ശേഷം ഉരുട്ടി എടുക്കാം. ഇത് നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാവേ. മാറ്റിയതിന് ശേഷം നമുക്ക് ബോൾസ് ആക്കാം. ചെറിയൊരു ചൂടോട് കൂടി തന്നെ ബോൾസ് ആക്കണം. എങ്കിലേ നല്ല ഉരുണ്ട് വരത്തുള്ളൂ. കയ്യിൽ ഇച്ചിരി നെയ്യ് പുരട്ടണേ. നെയ്യ് പുരട്ടിയതിന് ശേഷം ഉരുട്ടിയെടുക്കാം. അല്ലെങ്കിൽ വലിയ ബോൾസ് വേണോ ചെറിയ ബോൾസ് വേണോ ദച്ചുന്? ചെറിയത് ഇങ്ങനെ തന്നെ ബോൾസ് ആക്കി നമുക്ക് എടുക്കാം. അതിനിടയ്ക്ക് എടുത്തോണ്ട് പോയി. ദച്ചു കഴിച്ചിട്ട് പറ എങ്ങനെയുണ്ടെന്ന്. എങ്ങനെയുണ്ട് ദച്ചു? ദച്ചു കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വിഷുവിന് വിളിക്കാൻ പോകാൻ സമയമായിട്ടുണ്ട്. അപ്പം വിഷുവിന് വരുമ്പോഴും സന്തോഷമായിരിക്കും. കാരണം വിശന്നിട്ടായിരിക്കും പറഞ്ഞത് എന്തെങ്കിലും ഇത് ഭയങ്കര ഹെൽത്തിയാണ് കേട്ടോ. കാര്യം നമ്മൾ പഞ്ചസാരയ്ക്ക് പകരം ശർക്കരയാണല്ലോ യൂസ് ചെയ്യുന്നത്. അപ്പം മറ്റേ ലഡുവിനേക്കാളും നല്ല ഹെൽത്തിയാണ്. എള്ളുണ്ട്, നെയ്യുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാ പിള്ളേർക്കും ഇഷ്ടപ്പെടും. അതുകൊണ്ട് ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താ